എത്തി. ഇന്ന് ഇക്കൽ റെസ്റ്റോറന്റ് വരെ വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായിരുന്നു അങ്ങയുടെ കാഴ്ചപ്പാട്? അന്ന് എനിക്കൊരു 16 വയസ്സേ ഉണ്ടാവുള്ളൂ. നമ്മളെ ജീവിത സാഹചര്യങ്ങളന്ന് അങ്ങനെയായിരുന്നു. നമ്മളെ ഗ്രാമത്തിലെല്ലാം ഇപ്പോൾ വളാഞ്ചേരി ഗ്രാമത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമമാണ് അവസരം. അപ്പോൾ അവിടെ നിന്ന് ജീവിക്കാനുള്ള ചുറ്റുപാടില്ല അന്നത്തെ കാലഘട്ടം. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ 60 കൊല്ലം മുന്നേ, 60 സുമാർ ഒരു 57 കൊല്ലം മുന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഒരു സ്വപ്നമില്ല. സ്വപ്നം വരുന്നപ്പോൾ വെച്ചാൽ ഏതൊരു മനുഷ്യനും സ്വപ്നം വരുമ്പോൾ എവിടെയെങ്കിലും എത്തിപ്പെടുമ്പോഴേ സ്വപ്നം ഉണ്ടാവുള്ളൂ. അത് ആഗ്രഹമുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ പഠിച്ചു വരുമ്പോൾ ഒരു സ്വപ്നങ്ങൾ കുട്ടികൾ വയ്ക്കും, അതുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വന്നതിന് പിന്നെ ഞാൻ മാത്രമല്ല, ഞാൻ വന്ന അന്ന് മുതൽ തന്നെ ഞാൻ ജോലി ചെയ്താളാണ്. ആരെയും റൂമിൽ താമസിക്കാനൊന്നും ഞാൻ പോയില്ല. അന്ന് രാവിലെ തന്നെ ജോലി കിട്ടി. അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന കാലം ഉണ്ടായിരുന്നു. അവിടെ ഓർക്കുമ്പോഴാണ് ഇന്നത്തെ സുഖം. ജീവിതത്തിൽ എപ്പോഴും ഏതൊരു മനുഷ്യനും ജീവിതത്തിൻ്റെ സന്തോഷം വരുന്നത് ആദ്യത്തെ കാലങ്ങളിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂടെ 4ാം ക്ലാസ്സിൽ വന്നിരുന്ന് പഠിച്ച കൂട്ടുകാർ ഇന്ന് എന്ത് ചെയ്തു? പല മനുഷ്യർക്കും മനസ്സിന് സന്തോഷമില്ലാത്തത് നമ്മളെപ്പോഴും ഒരു ജീവിതം കുറഞ്ഞ സമയമുള്ളൂ. ഏത് നിമിഷം നമ്മൾ നഷ്ടപ്പെടും. അപ്പോൾ കിട്ടിയ സമയങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ, ഇതൊരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിനും ആയുസ്സിനും ഗുണം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളും നല്ല കാര്യം ചിന്തിക്കുക. അതല്ലാതെ നമ്മൾ ഞാൻ നോക്കിയപ്പോൾ വലിയ അങ്ങോട്ട് സ്വപ്നം കാണാം, പക്ഷെ അവിടെ എല്ലാവർക്കും എല്ലാവും കഴിയില്ല. അത് ആ തീരുമാനമെടുത്താൽ എൻ്റെ കൂടെ ഒന്ന് 3-4 പാട്ടന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ ഒരു വർഷം കഴിഞ്ഞ ശേഷം ഞാൻ സാധനം സെയിൽസ് വിൽക്കുന്ന ആളായിരുന്നു. ഉണ്ടാക്കിയിട്ട് രാത്രി 2 മണിക്കൊക്കെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അന്നൊക്കെ ഇങ്ങനെ വിറകടുപ്പാണ്. ഈ ബേക്കറിയിൽ നിന്നൊക്കെ വിറകടുപ്പ് മിഷീനുള്ള കാലില്ല. അപ്പോൾ ആ പാർട്ട്ണർമാരൊന്നും ഇന്ന് ഞാൻ പറഞ്ഞ മാതിരി എവിടെ എത്തിപ്പെട്ടില്ല. 1-2 ആൾ മരിച്ചുപോയി. ഒരാൾ ഒരു ബിസിനസ് ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്നെ വളർത്തിയത്. ഞാൻ ചെയ്യുന്ന കർമ്മം എൻ്റെ ഞാനിപ്പം കുറേ കുട്ടികളെ 40 വർഷമായി തമിഴ്നാട് ഗ്രാമത്തിലെ ജോലിക്ക് വന്നവരെ അവരൊന്നും പഠിപ്പില്ലാത്തവരായിരുന്നു. അവരെ കുടുംബത്തിലവരെ കൊണ്ടുവന്ന് അവർ പഠിപ്പിച്ചു. അത് പിന്നീട് കാണുമ്പോൾ അതൊക്കെ ഭയങ്കരമായ ഒരു ഫോറസ്റ്റ് വളർന്ന മാതിരിയാണ് അവരെ കുടുംബം വളർന്നത്. അതിനുശേഷമാണ് ഞാൻ ശ്രീനാരായണ പ്രസ്ഥാനത്ത് എത്തിപ്പെടുന്നത്. കോയമ്പത്തൂരിലെ എറണാകുളത്തെ ഷോപ്പ് വന്നോളം എനിക്ക് ആ പ്രസ്ഥാനങ്ങളും കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായത്. അപ്പോഴാണ് കാഴ്ചപ്പാട് കൂടിയത്. ഇനി നമുക്ക് തന്നെ ഞാൻ 30-35 വർഷം തന്നെ തമിഴ്നാട് ബേക്കറി അസോസിയേഷൻ വരെ ജർമ്മനിയിലും ഇറ്റലിയിലും അങ്ങനെ പല രാജ്യങ്ങളിൽ കാണാനുള്ള അവസരം കിട്ടി. ബേക്കറി എന്താണെന്നുള്ളതും ബേക്കറിൻ്റെ മെഷീനറി എന്താണെന്നുള്ളതും കാരണം ആ സ്വപ്നം പിന്നെ എൻ്റെ പറഞ്ഞു. ആ സ്വപ്നത്തിലേക്ക് എനിക്കെത്താൻ കഴിയത്ത് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ അവർ വിദേശത്താണ് പഠിപ്പിച്ചു. ഈ എക്സിബിഷൻ അവരെ പറഞ്ഞയച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബേക്കറി ഗ്രൂപ്പിൽ കൂടെ അവർ ടൂർ പോകും. അവിടുന്ന് അങ്ങോട്ട് വളർച്ച. അപ്പോൾ തലേ ആളുകൾ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്കല്ലേ, അത് അവർ കഴിവുള്ളവരും നമ്മളൊരു ഞാൻ കാണുന്ന ഓരോ കുട്ടികളും ഒരു എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പറ്റാത്ത കുട്ടികൾ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം 2 നന്നായി പ്രസംഗിക്കും, ഒരു പാട്ട് പാടുന്നല്ലേ, എല്ലാം തന്നെയുള്ള സംഭവം. ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഉള്ള ഏതൊരു മനുഷ്യനും ഞാൻ മനസ്സിലാക്കിയാൽ ഒരു സത്യസന്ധമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വളരാൻ കഴിയും. അതുപോലെ സംശയമില്ല. സ്വപ്നങ്ങൾ വേണം. സ്വപ്നമില്ലാത്ത പറഞ്ഞത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് കുട്ടി പറയും എന്താ ഞാൻ തീരുമാനിച്ചില്ല. അതല്ല, തീരുമാനം നമുക്കുണ്ട്. ഈ സ്ഥലം വാങ്ങുമ്പോൾ തീരുമാനം ഉണ്ടായിരുന്നു. ഇതെന്തിനാ നമ്മളെ കമ്പനിക്ക് അസറ്റ് വേണം. അപ്പോൾ ഞങ്ങൾ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ ബോർഡർ വാളയാറിൽ. നമുക്കറിയാം ഒരു 2 കിലോമീറ്റർ നല്ല ഒരു ഊട്ടിയുമായി ക്ലൈം സ്ഥലമാണ്. അത് ഈ കാഴ്ചപ്പാടുണ്ടാണ്. 30 വർഷം അതേമാതിരി ബോംബെയിലൊക്കെ നമ്മൾ സുഹൃത്തുക്കളെ പോയി കാണുമ്പോൾ ബോംബെ ഔട്ടറിലേക്ക് പോകും. പുറത്തേക്ക് പോയി കാണുമ്പോൾ ആ ഉള്ളിൽ കിടക്കാൻ റിസോർട്ട് കിടക്കാൻ അന്ന് 500 രൂപ അക്കാലത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെയാണ് കാഴ്ചപ്പാടാകത്ത്. അല്ലാതെ മനുഷ്യൻ ദൈവം നേരിട്ട് കൊണ്ടുവന്നിരുന്നില്ല. നമ്മൾ ബുദ്ധിമുട്ടും. ഇപ്പോൾ ഞങ്ങളൊക്കെ 18 മണിക്കൂർ ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനല്ല, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഗോകുൽ വാലട്ടൊക്കെ. ഞങ്ങൾ 53 സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഞാൻ ബേക്കറി അസോസിയേഷൻ്റെ 10-25 മേലെ കേരളത്തിലെ ബേക്കറി അസോസിയേഷൻ്റെ പ്രവർത്തിച്ച ആളാണ്. ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി കേരളത്തിൽ നിന്ന് പുറത്ത് ഇവിടെമായി ചൈനയിലും ദുബായിലും ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ പോയിട്ട് ആ പോക്ക് ഇവിടെ കാണുമ്പോൾ ഇന്നിപ്പോൾ ഈ സ്ഥലം നിൽക്കുന്ന സ്ഥലം, ഈ സ്ഥലം നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയ വാടക കൊടുക്കാം. ഒരു ബുദ്ധിമുട്ട് വേണ്ട, ലക്ഷങ്ങൾ വാടക കിട്ടും. പക്ഷേ എൻ്റെ മനസ്സിൽ കാണുന്നത് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും ഒരു നല്ല വൃത്തി കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സൈക്കിൾ തുടങ്ങി ഇന്ന് ഇത്രയും വരെ എത്തുമ്പോൾ അതാണ് നമ്മളെ സന്തോഷം. അല്ലാതെ കുറേ നമ്മുടെ സിമ്പിൾ ജീവിതമാണ്, ആഡംബര ജീവിതമില്ല. അപ്പോൾ ഇത്ര വലിയ സ്വപ്നം ഇനിയും കാണാൻ പറ്റും. ഇനിയിപ്പോൾ എന്ത് എവിടെ നമ്മൾ ചെയ്യാം. എന്നോട് ഇപ്പോൾ 25 വർഷം മുന്നേ വളരെ വേണ്ടപ്പെട്ട ആത്മാർത്ഥങ്ങൾ എന്നോട് ദുബായി കൊണ്ടുപോയി പല ഫാക്ടറികൾ കാണിച്ചു തന്നു. അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേതാ
ഇന്ത്യയിലും വളരാൻ പറ്റുമല്ലോ. പലരും എന്നോട് ചോദിച്ചു ഇത് ദുബായ് പോയി നിങ്ങൾ ചെയ്യാതെ ഇപ്പോഴും ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തമിഴ്നാട് കോയമ്പത്തൂരാട്ടെ എല്ലാം വലിയ സിറ്റികളാണ്. ഞാൻ എൻ്റെ നാട്ടിൽ 45 എൻ്റെ മലപ്പുറം ജില്ലയിലെ ഗ്രാമത്തിലുള്ള അഞ്ചേരി ബസ് സ്റ്റാൻഡ് 45-42 വർഷമായി. അവിടെ ഒരു കടയും ഇന്ന് എനിക്ക് പരാജയപ്പെട്ടില്ല. കാരണം ആ നല്ല ക്വാളിറ്റി, നല്ല ഹൈജീനിക്കൽ, നല്ല മാക്സിമം എന്ത് കൊടുക്കാൻ പറ്റുമോ ഏറ്റവും ന്യായമായ വിലക്ക് വിൽക്കുന്ന ഒരു കച്ചവടം എൻ്റെത്. പിന്നെ തുടങ്ങിയത് ശ്രീനാഥനോട് ഞാൻ ഈ അന്നദാനം തുടങ്ങി. അത് തന്നെ കൂടുതൽ ആവശ്യം. ഇന്നലെയും കൂടിയും 2 മണിക്ക് ആന്ധ്രൻ്റെ ഒരു ദിവസമാണ്. ശബരിമല പോകുന്നൊരു 2 മാസം കൊണ്ട് നിർത്തുകൊണ്ട് മോകാംബിയ അങ്ങനെ പോയി കാടാമ്പഴ വഴി ഗുരുവായൂർക്ക് വരിക. ഇത് ഞങ്ങൾ 20 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ആ വർഷം കൂടാൻ വേണ്ടി കാത്തിരിക. അതിൽ കോടീശ്വരന്മാരുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടി ഇതൊരിതാണ്. ഞങ്ങൾക്ക് പറ്റും. എവിടെ നിന്ന് കാസർഗോഡ് മുതൽ നോക്കി, കണ്ണൂരില്ല, കാസർഗോഡില്ല, മലപ്പുറമില്ല, 3 ജില്ല കഴിഞ്ഞ് വരെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം 4 ജില്ല പറ്റും. അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. കാരണം ഒരുമിച്ച് ഇപ്പോൾ കിട്ടില്ല. ഇതൊക്കെ നമ്മളെ കാഴ്ചപ്പാട്. ഏത് വ്യക്തിയും കാഴ്ചപ്പാട് വേണം. അപ്പൊ എല്ലാവിധ നന്മകളും ചോദിക്കാൻ ആളെ കിട്ടിയ